മിശിഹായിലേക്കും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ഡി സെൻഡ്രാളിൻ്റെ ഓർമ്മയാണ് ആചരിക്കുന്നത്. വിശുദ്ധ ജെയിൻ ഒരു കുടുംബിനിയായിരുന്നു, ഒരമ്മയായിരുന്നു, 6 മക്കളുടെ അമ്മയായിരുന്നു, ഭാര്യയായിരുന്നു, ഒരു വിധവയായിത്തീരുകയും ചെയ്തു. തൻ്റെ ഭർത്താവ് ഒരു ദിവസം നായാട്ടിന് പോയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു. കൂടാതെ മക്കളിൽ 3-4 പേരും മരിച്ചുപോയി. ആത്മീയമായിട്ട് ഒത്തിരി വേദന അനുഭവിച്ച ജെയിൻ ഫ്രാൻസിസ് ഡി സെൻഡ്രാൾ ഇതിൻ്റെ ഒന്നും മുന്നിൽ തളർന്നു പോകാതെ ഉറച്ചു നിന്നു. തൻ്റെ ക്ലേശങ്ങളുടെയും തൻ്റെ ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങളുടെയും പിന്നിൽ ദൈവഹിതമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരേ ഒരു പ്രാർത്ഥനയായിരുന്നു എപ്പോഴും: എൻ്റെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറട്ടെ, എൻ്റെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറട്ടെ എന്ന് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജെയിൻ ഫ്രാൻസിസ് ഡി സെൻഡ്രാൾ വിശുദ്ധിയിൽ വളർന്നത്. ഈ വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും ഹൃദയത്തിൽ ശാന്തതയുണ്ടായിരിക്കണം. ഒരു പരാതിയും കൂടാതെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ സ്നേഹത്തോടെ ചെയ്യുക. എല്ലാ സഹനങ്ങളുടെയും ക്ലേശങ്ങളുടെയും പിന്നിൽ ദൈവത്തിൻ്റെ അജ്ഞാതമായിട്ടുള്ള പദ്ധതിയുണ്ട്, വിളിയുണ്ട് എന്ന് തിരിച്ചറിയുക. ഇതാണ് വിശുദ്ധിയിലേക്കുള്ള വഴിയായി വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ഡി സെൻഡ്രാൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ വായനകളിലും നമ്മൾ കാണുന്നത് നമ്മൾ എങ്ങനെയാണ് വിശുദ്ധിയിൽ വളരേണ്ടത് എന്ന്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എസെക്കിയേൽ പ്രവാചകനുണ്ടായ ഒരു ദർശനത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. എന്തായിരുന്നു ആ ദർശനം? എസെക്കിയേലിനോട് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്: ആവർത്തിച്ച് പാപത്തിൽ വീഴുന്നവർക്ക്, അനുതപിക്കാതെ ജീവിക്കുന്നവർക്ക് അവരുടെ ഹൃദയത്തിലുള്ള ദൈവ സാന്നിധ്യം, ദൈവമഹത്വം, സമാധാനം നഷ്ടപ്പെടുമെന്ന്. എസെക്കിയേൽ പ്രവാചകനോട് പറയുകയാണ്: ജെറൂസലേമിലെ അനീതികൾ, ജെറൂസലേമിലെ പാപങ്ങൾ, ഇതൊക്കെ കണ്ടുകൊണ്ട് അനുതപിച്ച് കരയാതെ ജീവിക്കുന്നവർക്ക് ദൈവ മഹത്വം ദർശിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ അനുതപിച്ച് കരഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് തിരികെ വരുന്നവർക്ക് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ സാധിക്കും എന്ന്. ദൈവം അനുതപിക്കുന്നവരെയും അനുതപിക്കാത്തവരെയും വേർതിരിച്ച് കാണുന്നു എന്ന്. നമ്മൾ ഓരോ ദിവസവും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്: ഈ ദിവസം ഞാൻ വിശുദ്ധിയിൽ വളരുന്നുണ്ടോ, അതോ വിശുദ്ധിയിൽ നിന്ന് അകന്നു പോവുകയാണോ? ഈ ദിവസം ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണോ, ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണോ? ഈ ദിവസം ഞാൻ സ്നേഹത്തിൽ വളരുന്നുണ്ടോ, സ്നേഹത്തിൽ നിന്നും അകന്നു പോവുകയാണോ? നിരന്തരമായിട്ടുള്ള ഈ ആത്മപരിശോധന, എല്ലാ ദിവസവുമുള്ള ആത്മപരിശോധന വിശുദ്ധിയിൽ വളരുവാൻ നമ്മളെ ഒത്തിരി സഹായിക്കും. ഇതാണ് എസെക്കിയേൽ പ്രവാചകനിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു: മറ്റുള്ളവരുടെ തെറ്റുകൾ തിരുത്തുമ്പോൾ അത് പ്രതികാര മനോഭാവത്തോടെ അല്ല മറ്റുള്ളവരെ തിരുത്തേണ്ടത്, മറിച്ച് ദൈവത്തിലേക്ക്, സ്നേഹത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുവാനുള്ള മനോഭാവത്തോടെ. മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തെറ്റുകൾ ഒരിക്കലും തിരുത്തരുത്. തെറ്റു തിരുത്തേണ്ടവരെ സ്വകാര്യമായിട്ട്, പ്രൈവറ്റായിട്ട് വിളിച്ച് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. പലപ്പോഴും നമുക്കറിയാം, നമ്മളൊക്കെ തെറ്റുകൾ തിരുത്തുന്നവരാണ്. സഹോദരങ്ങളുടെയോ മക്കളുടെയോ അയൽവാസികളുടെയൊക്കെ തെറ്റുകളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് പലപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടാണ് തിരുത്തുക. കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, പിണക്കത്തിലൂടെയല്ല, ശകാരിച്ചുകൊണ്ടല്ല തെറ്റുകൾ തിരുത്തേണ്ടത്, മറിച്ച് സ്നേഹത്തോടെ ആയിരിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുക. നമുക്ക് ഒരു വ്യക്തിയോട് സ്നേഹമില്ല എങ്കിൽ ആ വ്യക്തിയെ തിരുത്തുവാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ ആരുടെയെങ്കിലും തെറ്റുകൾ തിരുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കണം ആ തെറ്റ് തിരുത്തുക. ഇന്ന് പലപ്പോഴും പലരും തെറ്റ് തിരുത്തുന്നവരാണ്, കുറ്റം പറയുന്നവരാണ്, കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവർക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല.
അവർക്ക് സ്നേഹത്തോടെ സംസാരിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ മക്കളെ ആണെങ്കിലും സഹോദരങ്ങളെ ആണെങ്കിലും ആരെയാണെങ്കിലും തെറ്റുകൾ തിരുത്തുമ്പോൾ അവരോട് വളരെ സ്നേഹത്തോടെ, അവരെ കുറ്റപ്പെടുത്താതെ, അവർക്ക് കുറ്റബോധം കൊടുക്കാതെ, അവരെ ലജ്ജിപ്പിക്കാതെ, സ്നേഹത്തോടെ സൗമ്യതയോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. വീണ്ടും വചനം പറയുന്നുണ്ട്, സഭയ്ക്ക് ഈശോ അധികാരം കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയുള്ള അധികാരമാണ്? എല്ലാവരെയും ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ, അനുതാപത്തിലേക്ക് നയിക്കുവാൻ ഉള്ള അധികാരം സഭയ്ക്ക് നൽകുന്നു. കൂടാതെ ഈശോ വീണ്ടും പറയുന്നത്, നിങ്ങൾ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, കുടുംബ പ്രാർത്ഥന മാത്രം പോരാ, കൂട്ടായ്മയിലൂടെ പ്രാർത്ഥിക്കണം. കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവസാന്നിധ്യം കൊണ്ടുവരുവാൻ ശക്തിയുണ്ട് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയത്തിലെയും ചിന്തകൾ ഉരുവിട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപപ്പെടുത്താം. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന വചനം ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് സഭ ഓരോ പ്രഭാതത്തിലും നമ്മളെ വിളിക്കുന്നത്. ഈ വിളി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ നിരന്തരം ആത്മശോധന ചെയ്യാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് അടുത്ത് വരുന്ന വ്യക്തിയാണോ, അതോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിൽ നിന്നും അകന്ന് പോകുന്ന അനുഭവമാണോ ഉള്ളത്? ദൈവത്തോട് അടുക്കുവാനായിട്ടുള്ള, വിശുദ്ധിയിൽ വളരുവാനായിട്ടുള്ള വഴികൾ തേടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ ബലിയിൽ.